നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച SCRT ബേസ്ഡ് ആയിട്ടുള്ള സയൻസ് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ SCRT പാഠപുസ്തകങ്ങളിലും റാങ്ക് ഫയലുകളിലും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളവയാണ്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൻ്റെ കോഡ് ഞാൻ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത്? ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ്? ഏതാണ് ഉത്തരം? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കമാണ് ഘൂർണന ചലനത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യം, തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ്. തോമസ് ആൽവ എഡിസൺ. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം ഏതാണ്? അന്നജമാണ്. അപ്പോൾ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് ആണ് അരിയിലും ഗോതമ്പിലും കപ്പയിലും ചേനയിലും ചേമ്പിലുമൊക്കെ അടങ്ങിയിരിക്കുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിക്ക് പറയുന്ന പേര്. അപ്പോൾ പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി താഴെ പറയുന്നതിൽ ഏതാണ്? കത്തിക്കലാണ്. കത്തിക്കൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റിപയററ്റിക്സ് എന്ന വിഭാഗത്തിൽ പെടുന്നത്. ആന്റിപയററ്റിക്സ് എന്താണ്? ടെമ്പറേച്ചർ കുറയ്ക്കുന്നതാണ്. ഏതാ? പാരാസിറ്റമോൾ ആണ്. പാരാസിറ്റമോൾ ആണ് ആന്റിപയററ്റിക്സിന് ഉദാഹരണം. ബോക്സൈറ്റ് അയിര് ഗാഢമാകുന്നതിന് ഉപയോഗിക്കുന്ന രീതി. ബോക്സൈറ്റ് അയിര് ഗാഢമാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ലീച്ചിങ് ആണ്. ലീച്ചിങ്. ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണ്? ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണ്? ഗാമ കിരണങ്ങളാണ്. ഗാമ റേസ്. കൊളോയിഡൽ കണങ്ങൾ കാരണം പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊളോയിഡൽ കണങ്ങൾ കാരണം പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ടിൻഡാൽ ഇഫക്റ്റ്. ടിൻഡാൽ ഇഫക്റ്റ്. ഞാനതെൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി, അത് ഉരുകും. ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെൻഡലീഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധമായ വാക്യമാണിത്. ഏതാണ്? ഗാലിയമാണ്. ഗാലിയം. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. സർ ഹംഫ്രി ഡേവി. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് രൂപത്തിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത്? ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് രൂപത്തിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത്? താപോർജ്ജത്തിലേക്കാണ്. താപോർജ്ജം. ഛർദിയും വയറ്റിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏതാണ്? ORS ലായനിയാണ്. ORS ലായനി. ആറ്റത്തിന്റെ ഗ്രഹമാതൃക നിർദ്ദേശിച്ചത് ആര്? ആറ്റത്തിന്റെ ഗ്രഹമാതൃക നിർദ്ദേശിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ്. സംക്രമണ മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? സംക്രമണ മൂലകങ്ങൾ D ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. D ബ്ലോക്ക്. നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനം. നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനമാണ് നിയോനേറ്റോളജി. നിയോനേറ്റോളജി. തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്ക് ഉണ്ടാകുന്ന രോഗാണുബാധ. അപ്പൊ തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്ക് ഉണ്ടാകുന്ന രോഗാണുബാധയാണ് മെനിഞ്ചൈറ്റീസ്. മെനിഞ്ചസ് ആണ് തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം. അപ്പൊ അതിനെ ബാധിക്കുന്ന രോഗാണുബാധയാണ് മെനിഞ്ചൈറ്റീസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണ്? നീൽസ് ബോർ ആണ്. നീൽസ് ബോർ. അടുത്ത ചോദ്യം, മെൻഡലീവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അപ്പം മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്.
പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. വൈദ്യശാസ്ത്ര രംഗത്ത് കാൾ ലാൻഡ്സ്റ്റൈനർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യശാസ്ത്ര രംഗത്ത് കാൾ ലാൻഡ്സ്റ്റൈനർ ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? രക്തസന്നിവേശവുമായിട്ടാണ് കാൾ ലാൻഡ്സ്റ്റൈനർ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മില്ലിക്കൺ. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? നിക്കലിനെ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഹാലോജൻ കുടുംബത്തിലാണ് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഉൾപ്പെടുന്നത്. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഏതാണ്? മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഒരു പോളിമറായ പോളിത്തീന്റെ മോണോമർ ഏതാണ്? അപ്പോൾ ഒരു പോളിമറായ പോളിത്തീന്റെ മോണോമർ ആണ് ഈഥീൻ. പോളിത്തീൻ, ഈഥീൻ. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമമാണ് ബോയിൽ നിയമം. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. അടുത്ത ചോദ്യം, മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ആണ് മീഥൈൽ മെർക്കുറി. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഏത് ഗണത്തിലാണ് പെടുന്നത്? മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുന്നത്? പ്രൈമേറ്റ് എന്ന ഗണത്തിലാണ് മനുഷ്യൻ ഉൾപ്പെടുന്നത്. ജീവന്റെ ഉത്ഭവം എവിടെയാണ്? ജീവന്റെ ഉത്ഭവം സമുദ്രത്തിൽ നിന്നാണ് എന്നാണ് കണക്കാക്കുന്നത്. ജീവന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? സമുദ്രത്തിൽ നിന്ന്. അടുത്ത ചോദ്യം, കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ആൽഗകളാണ്. ആൽഗകൾ. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്നത്? മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്നത്? ഏത് പ്രവർത്തനങ്ങളാണ്? സമുദ്ര മലിനീകരണം. അപ്പോൾ സമുദ്ര പരിസ്ഥിതി എന്ന് പറയുമ്പം സമുദ്ര മലിനീകരണമാണ്. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം. അടുത്ത ചോദ്യം, നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? അപ്പോൾ ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ആണ് പാഴ്സെക്ക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പാഴ്സെക്ക്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ പെടുന്ന ഊർജ സ്രോതസ് ഏതാണ്? ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ പെടുന്ന ഊർജ സ്രോതസ് ഏതാണ്? ആണവ നിലയമാണ്. ആണവ നിലയം. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്? പച്ചിരുമ്പാണ്. പച്ചിരുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പച്ചിരുമ്പാണ്. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലുകളിൽ താഴെ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? ഇടിമിന്നലിൽ നിന്നും രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലുകളിൽ താഴെ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നും മാറുക എന്നതാണ്. സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫൈറ്റിക് ആസിഡ്. മനുഷ്യ ശരീരത്തിൽ ത്വക്കിന് ഏറ്റവും കട്ടി കൂടുതൽ എവിടെയാണ്? പാദത്തിനടിയിലാണ്. പാദത്തിനടിയിൽ. ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം ഏതാണ്? അനുരണനം. ഒരു ആറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങൾ ഏതല്ല? അപ്പോൾ ഒരു ആറ്റത്തിൽ സെയിം നമ്പേഴ്സ് ഉള്ളത് പ്രോട്ടോണിനും ഇലക്ട്രോണിനും ആണ്.
ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നത് ഏത് കാരണമാണ്? അപ്പോൾ ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നത് ഏത് കാരണമാണ്? ആഴ്സനിക് കാരണമാണ്. എന്ത് കണ്ടെത്താനാണ് ഗിഗർ മുള്ളർ കൗണ്ടർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്? എന്ത് കണ്ടെത്താനാണ് ഗിഗർ മുള്ളർ കൗണ്ടർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്? റേഡിയേഷൻ. എന്ത് കണ്ടെത്താനാണ്? റേഡിയേഷൻ കണ്ടെത്താനാണ്. എവിടെ വളരുന്ന സസ്യങ്ങളാണ് ഓക്സിലോഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്? ഓക്സിലോഫൈറ്റ്സ് എന്നറിയപ്പെടുന്നത് എവിടെ വളരുന്ന സസ്യങ്ങളാണ്? അമ്ല സ്വഭാവമുള്ള മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ. അടുത്ത ചോദ്യം, ക്രയോജനിക് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? അപ്പോൾ ക്രയോജനിക് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കുറഞ്ഞ ഊഷ്മാവിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ക്രയോജനിക്സ്. അടുത്ത ചോദ്യം, ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ്? ത്വക്ക്. അപ്പൊ ത്വക്കിലാണ് ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം എന്നീ 4 സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്നത്. ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് സ്വാസ്. IUCN എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം. IUCN എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡ്. അപ്പൊ IUCNന്റെ ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്നതാണ്. അടുത്ത ചോദ്യം, വൈറ്റമിൻ B9 രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെ? വൈറ്റമിൻ B9 രാസപരമായി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഫോളിക് ആസിഡ് ആണ് വൈറ്റമിൻ B9. അവസാനത്തെ ചോദ്യം, പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എത്തിലീനാണ് പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ എത്തിലീനാണ് അത് പഴുക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 50 ചോദ്യങ്ങൾ മോസ്റ്റ് റിപ്പീറ്റിംഗ് ചോദ്യങ്ങളാണ്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്